ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ലോട്ട് സ്റ്റാർ. നമ്മളിന്ന് ട്രാൻസ്ലേഷൻ തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറിൽ അനുവാദ് അർത്ത് ഓർ പരിഭാഷ എന്ന ഒരു പോർഷനാണ്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ സെക്കൻഡ് പോർഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ അനുവാദ് കാ അർത്ത്. ലെറ്റ്സ് സ്റ്റാർട്ട്. അനുവാദ് ഏക് ഭാഷിക് ക്രിയ ഹെ. അനുവാദ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഭാഷയെ സംബന്ധിക്കുന്ന ഒരു ക്രിയയാണ്. भारत जैसे बहुभाषा भाषी देश में अनुवाद का महत्व प्राचीन काल से ही स्वीकृत है. ഭാരതത്തെ പോലെയുള്ള ബഹുഭാഷാ ഭാഷി ദേശ്, അതായത് കൂടുതൽ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം അല്ലേ. അതുകൊണ്ട് അനുവാദ ക മഹത്വ, ട്രാൻസ്ലേഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പ്രാചീന കാലസേ ഹി സ്വീകൃത് ഹെ, പുരാതന കാലം തൊട്ട് തന്നെ അത് ഇവിടെ സ്വീകരിച്ചു വരുന്നു. അനുവാദിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണെന്നാണ് പറയുന്നത്. आधुनिक युग में जैसे जैसे स्थान और समय की दूरियां कम होती गई, वैसे वैसे द्विभाषिकता की स्थितियों और मात्रा में वृद्धि होती गई और इसके साथ अनुवाद का महत्व भी बढ़ता गया. ആധുനിക യുഗമേ, ഈ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ആധുനിക യുഗത്തിൽ എങ്ങനെയാണോ സ്ഥാൻ ഓർ സമയ്ക്ക് ദൂരിയാം കം ഹോത്തി ഖയിലെ, സമയവും അതുപോലെ സ്ഥലത്തിൻ്റെ ഒക്കെ ദൂരങ്ങൾ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയപ്പോൾ സമയവും സ്ഥലത്തിൻ്റെ ഒക്കെ ദൂരങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നല്ലോ. അപ്പം നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. പഴയ കാലത്തെ പോലെ ഒരുപാട് ദിവസം യാത്ര ചെയ്തിട്ടൊന്നും വേണ്ട ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പോൾ എത്തിച്ചേരാനായിട്ട് പറ്റും. അതുപോലെ ഫോണിലാണെങ്കിലും പെട്ടെന്ന് ഒരാളെ കോൺടാക്റ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് എത്തിച്ചേരാനും എല്ലാ സൗകര്യങ്ങളും പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നമുക്ക് നമ്മുടെ സമയവും ദൂരവും ഒക്കെ കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ വൈസേ द्विभाषिकता की स्थितियों और मात्रा में वृद्धि होती गई. അതുപോലെ ദ്വിഭാഷികത അല്ലേ, എല്ലാവരും ഒരാൾ ഒരു ഭാഷ മാത്രമൊന്നുമല്ല സംസാരിക്കുന്നത്, നമ്മൾ ഒന്നിൽ കൂടുതൽ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രാൻസ്ലേഷൻ്റെ ആ ഒരു ആവശ്യം ഇവിടെ കൂടിയിരിക്കുകയാണ്. अन्यान्य भाषा शिक्षण में अनुवाद विधि का प्रयोग न केवल पश्चिमी देशों में वरन पूर्वी देशों में भी निरंतर किया जाता रहा है. अन्याय ഭാഷാ ശിക്ഷൻ മേ, അനന്യായ് അതായത് അതർ അല്ലേ, വേറെ മറ്റ് ഭാഷകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അനുവാദ വിധി കാ പ്രയോഗം കേവൽ പശ്ചിമി ദേശോമേ, പശ്ചിമ ദേശത്ത് മാത്രമല്ല മറിച്ചോ പൂർവി ദേശോമേ ബി നിരന്തർ കിയാ ജാത്ത ഹെ, പൂർവ്വദേശങ്ങളിലും അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. 20वीं शताब्दी में देशों के बीच दूरियां कम होने के परिणाम स्वरूप विभिन्न वैचारिक धरातलों और आर्थिक औद्योगिक स्तरों पर पारस्परिक भाषिक विनिमय बढ़ा है और इस विनिमय के साथ साथ अनुवाद का प्रयोग और अधिक किया जाने लगा है. 20वीं शताब्दी में അല്ലേ, 20ാം നൂറ്റാണ്ടിൽ ദേശോം കെ ബീച്ച് ദൂരിയാം കം ഹോനെ കെ പരിണാമ സ്വരൂപ്, രാജ്യങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ കമ്മിയായി എന്ന് പറഞ്ഞു അല്ലേ, കുറഞ്ഞു എന്ന് പറഞ്ഞു. അതിൻ്റെ പരിണാമ സ്വരൂപ്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് വിഭിന്ന വൈചാരിക് ധരാതലവും ഓർ ആർത്തിക്, അതായത് ഐഡിയോളജിക്കൽ പ്ലാൻസ്, അതുപോലെ അവരുടെ എക്കണോമിക്സ്, നമ്മുടെ എന്താ പറയുക വ്യവസായപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പാരസ്പരിക ഭാഷിക വിനിമയ ബഡാഹെ, പരസ്പരം ഭാഷാപരമായിട്ടുള്ള ആ ഒരു വിനിമയത്തിൻ്റെ തോത് അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓർ ഈസ് വിനിമയ്ക്ക് സാത്ത് സാത്ത് അനുവാദ ക പ്രയോഗ ഓർ അധിക കിയാ ജാനെ ലഗാ ഹെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പലതരത്തിലുള്ള ഭാഷകളുടെ ആശയവിനിമയം നടക്കുന്നത് കൊണ്ട് അനുവാദ, ട്രാൻസ്ലേഷൻ്റെ പ്രയോഗം അതും വർദ്ധിച്ചിരിക്കുകയാണ്. ബഹർഹാൽ അനുവാദ കി പ്രക്രിയ ഹൗവർ, എങ്ങനെയായിരുന്നാലും അനുവാദ കി പ്രക്രിയ, അനുവാദ് എന്ന പ്രക്രിയ, ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയ
പ്രകൃതി ഏവം പദ്ധതിക്കോ സമഞ്ജനെ के लिए പ്രകൃതിയെയും പദ്ധതിയെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനുവാദ് ക്യാ ഹെ, അനുവാദ് ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ജാനന ബഹുത് സറൂരി ഹെ, അത് നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചർച്ചയ്ക്ക് ഷുറുവാത്ത്, അതായത് നമ്മൾ ആദ്യം ഇപ്പം ചർച്ച ചെയ്യാൻ തുടങ്ങാണ് എന്താണ് ട്രാൻസ്ലേഷൻ അല്ലെ, ഇത് എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് അത് ആരംഭിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോവാണ്. അപ്പം ചർച്ചയ്ക്ക് ഷുറുവാത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അനുവാദിക്ക് അർത്ഥ ഏവം പരിഭാഷാസെ കർത്തേ ഹെ, നമുക്ക് അനുവാദിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ പരിഭാഷ എന്താണ് എന്നതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. अनुवाद का अर्थ अंग्रेजी में एक कथन है. അനുവാദ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അംഗ്രേസിമേയും ഇംഗ്ലീഷിൽ ഏക് കഥൻ ഹെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? ടേംസ് ആർ ടു ബി ഐഡൻറ്റിഫൈഡ് ബിഫോർ വി എൻറ്റർ ഇൻ ടു ദ ആർഗ്യുമെൻറ്റ്. ടേംസ് ആർ ടു ബി ഐഡൻറ്റിഫൈഡ് ബിഫോർ വി എൻറ്റർ ഇൻ ടു ദി ആർഗ്യുമെൻറ്റ്. इसलिए अनुवाद की चर्चा करने से पहले अनुवाद शब्द में निहित अर्थ और मूल अवधारणा से परिचित होना आवश्यक है. അതാണ്, അതായത് ഇസ്ലിയെ അനുവാദ് കി ചർച്ച കർണേ സെ പെഹലെ, നമ്മൾ അനുവാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് അനുവാദ് എന്ന ഈ ശബ്ദത്തെ നിഹിത് അർത്ഥ, ഈ ഒരു അനുവാദ് എന്ന ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥവും ഓർ മൂൽ അവധാരണാസെ പരിചിത് അല്ലേ, ഈ മൂലശബ്ദമായിട്ടുള്ള അനുവാദ് അല്ലേ, ഇതിൽ അടങ്ങിയിരിക്കുന്ന മീനിങ് എന്താണെന്ന് നമ്മൾ ആദ്യം പരിചിത ഹോന ആവശ്യക, അതിനെ പരിചയപ്പെടുക എന്നതാണ് ഏറ്റവും ആവശ്യം, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അനുവാദ് शब्द संस्कृत का यौगिक शब्द है जो अनु, उपसर्ग तथा वाद के संयोग से बना है. അനുവാദ് എന്ന ശബ്ദം സംസ്കൃത का यौगिक शब्द है, അതായത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്, കോമ്പൗണ്ട് ശബ്ദമാണ് ഈ അനുവാദ് അല്ലേ. യൗഗിക് മീൻസ് കോമ്പൗണ്ട്. ജോ അനു ഉപസർഗ്, അനു എന്ന് പറയുന്നത് ഉപസർഗാണ് അല്ലേ, ഐ മീൻ പ്രിഫിക്സ്. തഥാ വാദ് കെ സംയോഗ് സെ ബനാ ഹെ, അപ്പം ഉപസർഗായിട്ടുള്ള അനു പ്ലസ് വാദ് ആണ് അനുവാദ്. संस्कृत के वध धातु में गण प्रत्यय जोड़ देने पर भाववाचक संज्ञा में इसका परिवर्तित रूप है വാദ്. അതിൻ്റെ ഒരു പരിവർത്തിത രൂപമാണ് വാദ് എന്ന് പറയുന്നത്. വാദ് ഉണ്ടായിരിക്കുന്നത് സംസ്കൃതത്തിൻ്റെ വദ് എന്ന ധാതുവിൽ നിന്ന്, അതുപോലെ ഘൻ പ്രത്യയ ജോഡ് ദേനെ പർ ഭാവവാചക സംജ്ഞയിൽ നിന്നും ഇസ്ക പരിവർത്തിത രൂപമായിട്ടുള്ള വാദ് എന്ന രൂപം ഉണ്ടായിട്ടുള്ളൂ. വദ് धातु का अर्थ है बोलना या कहना और वाद का अर्थ हुआ कहने की क्रिया या कही हुई बात. അപ്പോൾ വദ് എന്ന ആ ധാതു അല്ലേ, സാൻസ്ക്രിറ്റിൻ്റെ ഒരു ധാതു എന്ന് പറഞ്ഞു വദ്, അതിൻ്റെ അർത്ഥം എന്താണ്? ബോൽന യാ കഹന എന്നതാണ് അതിൻ്റെ അർത്ഥം. വാദ് ക അർത്ഥ ഹുവ, അപ്പം വാദ് എന്നത് മാറുമ്പോൾ അതിൻ്റെ മീനിങ് എന്തായിട്ട് മാറി? കഹിനേക്കി ക്രിയ, കഹിനേക്കി ക്രിയ എന്നായിട്ട് മാറി. कहने की क्रिया या कही हुई बात. അപ്പം ബോൽന യാ കഹിന അല്ലെങ്കിൽ വാദിൻ്റെ മീനിങ് കഹിനേക്കി ക്രിയ അല്ലെ, പറയുക എന്ന പ്രവൃത്തി. കഹി ഹുയി ബാത്ത്, പറഞ്ഞ കാര്യം. അനു ഉപസർഗ് അനുവർത്തിത के अर्थ में व्यवहृत होता है. वाद में यह अनु उपसर्ग जुड़कर बनने वाला शब्द अनुवाद का अर्थ हुआ प्राप्त कथन को पुनः कहना. അപ്പോൾ വാദ് മേം യഹ് അനു, വാദ് എന്ന ആ ഒരു ധാതുവിൽ അനു എന്ന ഉപസർഗം ചേർത്തിട്ട് നമുക്ക് കിട്ടിയ ശബ്ദമാണ് അനുവാദ്. അനു ഉപസർഗാണ് പ്ലസ് വാദ് എന്ന ധാതു, ആ മൂലശബ്ദം അതുമായിട്ട് ചേർത്തപ്പോൾ അനുവാദ് എന്ന ശബ്ദം നമുക്ക് കിട്ടി. അപ്പം അതിൻ്റെ മീനിങ് എന്തായിട്ട് മാറി? പുനഃകഥൻ, പ്രാപ്ത് കഥൻ കോ പുനഃകഹന. പ്രാപ്ത് കഥൻ കോ, അതായത് നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ്, ആ ഒരു കാര്യത്തെ പുനഃകഹന, വീണ്ടും പറയുക, വീണ്ടും ആവർത്തിക്കുക. അതായത് നമ്മൾ ഒരു ലാംഗ്വേജിൽ നിന്നും അതേപടി മറ്റൊരു ലാംഗ്വേജിൽ പറയുക. പ്രാപ്ത് കഥൻ കോ, ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ
പുനഃകഹന വീണ്ടും പറയുക എന്നുള്ളതാണ് അനുവാദ് എന്നതുകൊണ്ട് പറയുന്നത്. യഹാം ധ്യാൻ ദേനെ കി ബാത് എഹ് ഹേ കി പുനഃകഥൻ മീം അർത്ഥ കി പുനരാവൃത്തി ഹോത്തി ഹെ. ഇവിടെ ധ്യാൻ ദേനെ കി ബാത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഹേ കി ഇതാണ്. പുനഃകഥൻ മീം അതായത് ആ പുനഃകഥൻ അതായത് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, അത് വീണ്ടും പറയുന്നല്ലേ, വീണ്ടും ആവർത്തിക്കുകയല്ലേ. അർത്ഥ കി പുനരാവൃത്തി ഹോത്തി ഹെ, ആ മീനിങ് ആ അർത്ഥത്തിൻ്റെ പുനരാവൃത്തി അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ. ശബ്ദ കി നഹി, ശബ്ദം മാത്രമല്ല ആ മീനിങ്ങും ഒക്കെ അതേപടി തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഹിന്ദി में अनुवाद के स्थान पर प्रयुक्त होने वाले अन्य शब्द है. ഹിന്ദിയിൽ അനുവാദ് എന്ന ആ ഒരു ശബ്ദത്തിന് പകരമായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന മറ്റ് ശബ്ദങ്ങളാണ് ചായ, ടീക്ക, ഉൽഥ, ഭാഷാന്തർ ആദി. അപ്പം ഇതൊക്കെ നമ്മൾ എന്താണ് ഈ അനുവാദ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന മറ്റു വാക്കുകളാണ്. അപ്പം ചായ മീൻസ് ഷാഡോ, ടീക്ക മീൻസ് ഹിങ്സ്, ഉൽഥ മീൻസ് ട്രാൻസ്ലേഷൻ, ഭാഷാന്തർ അതും ഭാഷ എന്താണ് ട്രാൻസ്ലേഷൻ തന്നെയാണ്. അപ്പം ഇതൊക്കെ നമ്മളിപ്പം ഈ എന്താ പറയുക അനുവാദൻ അല്ലേ, അനുവാദ് എന്ന ഈ ശബ്ദത്തിന് പകരമായിട്ട് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന മറ്റ് ശബ്ദങ്ങളാണിത്. ചായ, ടീക്ക, ഉൽഥ, ഭാഷാന്തർ. अन्य भारतीय भाषाओं में अनुवाद के समानांतर प्रयोग होने वाले शब्द हैं ഭാഷാന്തർ. ഇനി അന്യ ഭാരതീയ ഭാഷാവും ഇപ്പം നമ്മൾ ഹിന്ദിയിൽ ട്രാൻസ്ലേഷന് പകരം ഉപയോഗിക്കുന്ന അനുവാദ് എന്ന ആ ഒരു ശബ്ദത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് പരിചയപ്പെട്ടു. ഇനി അതുപോലെ നമ്മുടെ ഭാരതത്തിൽ തന്നെ മറ്റ് ഭാഷകളുണ്ട്, അന്യഭാഷ മറ്റ് ഒരുപാട് ഭാഷകളുണ്ട്. ആ ഭാഷയിലൊക്കെ ഇതുപോലെ അനുവാദിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാഷാന്തർ എന്ന ശബ്ദം സംസ്കൃതത്തിലും കന്നഡയിലും മറാഠിയിലും നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ സംസ്കൃതത്തിലും കന്നഡയിലും മറാഠിയിലും എന്താ പറയുക അനുവാദ് എന്ന ആ ഒരു ശബ്ദത്തിന് പകരമായിട്ട് ഭാഷാന്തർ എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. തർജുമ എന്ന ശബ്ദം കാശ്മീരി, സിന്ധി, ഉറുദു. കാശ്മീരിയിലും സിന്ധിയിലും ഉറുദുവിലുമാണ് തർജുമ എന്ന ശബ്ദം നമ്മൾ പ്രയോഗിക്കുന്നത്. വിവർത്തൻ, അതുപോലെ തജ്ജുമ അത് മലയാളത്തിൽ തജ്ജുമ എന്നും വിവർത്തൻ എന്നും അനുവാദിന് പകരമായിട്ട് ഉപയോഗിക്കുന്നു. മൊഴിയെ, ചെഷ്ണു ഇത് തമിഴിൽ, അനുവാദം തെലുങ്കുല്, അനുവാദ് സംസ്കൃത ഹിന്ദി, അനുവാദ് എന്ന് പറയുന്നത് സംസ്കൃത ഹിന്ദി, അസമിയ, ബംഗാള, കന്നഡ, ഒഡീസ, ഗുജറാത്തി, പഞ്ചാബി, സിന്ധി ഇത്രയും ലാംഗ്വേജിൽ ട്രാൻസ്ലേഷൻ അനുവാദ് എന്ന ശബ്ദമാണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പം ഓരോ ലാംഗ്വേജിലും അനുവാദിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മളിതിൽ പരിചയപ്പെട്ടത്. प्राचीन गुरु शिष्य परंपरा के समय से अनुवाद शब्द का प्रयोग विभिन्न अर्थों में भारतीय वाङ्मय में होता आ रहा है. പ്രാചീന ഗുരുശിഷ്യ പരമ്പരയിൽ തൊട്ട് തന്നെ, പ്രാചീന ഗുരുശിഷ്യ കാലത്ത് തൊട്ട് തന്നെ സമയസെ അനുവാദ് അതായത് ട്രാൻസ്ലേഷൻ ശബ്ദ കാ പ്രयोग ആ ഒരു ശബ്ദം വിഭിന്ന അർത്ഥവുമേ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ഭാരതീയ വാങ്മയ അതായത് ഭാരതീയ ലിറ്റററി ഒരു ഇതിനകത്ത് ഹോത്ത ആ രഹാഹെ അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പഴയ കാലം തൊട്ട് തന്നെ എന്താ പറയുക ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അന്ന് തൊട്ട് തന്നെ നമ്മൾ ട്രാൻസ്ലേഷൻ പ്രയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. गुरुकुल शिक्षा पद्धति में गुरु द्वारा उच्चरित मंत्रों को शिष्यों द्वारा दोहराए जाने को अनुवचन या अनुवाद कहा जाता था, जो अनुवाद के ही पर्याय है. അപ്പോൾ ഗുരുകുല ശിക്ഷാ സമ്പ്രദായത്തിൽ ഗുരു എന്താണോ ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ അത് ശിഷ്യന്മാർ അത് ആവർത്തിക്കും, അതവർ ദൊഹരായി അതവർ ആവർത്തിച്ച് പറയും. അതിനെ അനുവചൻ അല്ലെങ്കിൽ അനുവാക് എന്നാണ് പറയുന്നത്.
ജോ അനുവാദ് കെ ഹി പര്യായ ഹെ. ഇതൊക്കെ എന്താണ്? അനുവാദിൻ്റെ പര്യായങ്ങളാണ്. മഹാൻ വൈയാകരൺ പാണിനിനെ अपने अष्टाध्यायी के एक सूत्र में अनुवाद शब्द का प्रयोग किया है. അപ്പം നമ്മുടെ മഹാനായിട്ടുള്ള ഒരു വൈയാകരണനാണ് പാണിനി തൻ്റെ പാണിനി എഴുതിയ ഒരു ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. അപ്പോൾ പാണിനിയുടെ അഷ്ടാധ്യായിയിൽ ഏക് സൂത്രമേം അനുവാദ ശബ്ദക്ക പ്രയോഗിക്കുക. അതിൽ അനുവാദം എന്ന ഒരു ശബ്ദം അപ്പോഴേ പ്രയോഗിച്ചിട്ടുണ്ട്. അനുവാദേ ചരണാനാം, അതാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പാണിനിയുടെ അഷ്ടാധ്യായിയിൽ അനുവാദേ ചരണാനാം ഇങ്ങനെ തന്നിട്ടുണ്ട്. अष्टाध्यायी को सिद्धांत कौमुदी के रूप में प्रस्तुत करने वाले भट्टोजी दीक्षित ने पाणिनि के सूत्र में प्रयुक्त अनुवाद शब्द का अर्थ अवगतार्थस्य प्रतिपादनम अर्थात ज्ञान तथ्य की प्रस्तुति किया है. അപ്പം അഷ്ടാധ്യായിയിലെ സിദ്ധാന്ത കൗമുദി കെ രൂപമേ, അഷ്ടാധ്യായിയെ സിദ്ധാന്ത കൗമുദി എന്ന പേരിൽ എന്ന രൂപത്തിൽ പ്രസ്തുതീകരിച്ച ഭട്ടോജി ദീക്ഷിത് അപ്പോൾ പാണിനിയുടെ അഷ്ടാധ്യായിയെ ഭട്ടോജി ദീക്ഷിത് സിദ്ധാന്ത കൗമുദി എന്ന പേരിൽ പ്രസ്തുതീകരിച്ചു. അതിൽ സൂത്രമേം പ്രയുക്ത അനുവാദ ശബ്ദക്ക അർത്ഥ. അപ്പം ഈ അഷ്ടാധ്യായിയിൽ പാണിനി അനുവാദേ ചരണാനാം എന്ന ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ശബ്ദത്തെ അവഗതാർത്ഥസ്യ പ്രതിപാദനം, അതായത് ആ അനുവാദേ ചരണാനാം എന്നുള്ള ശബ്ദം എന്താ പറയുക, ഭട്ടോജി ദീക്ഷിത് സിദ്ധാന്ത കൗമുദിയാക്കിയപ്പോൾ അതിൽ അവഗതാർത്ഥസ്യ പ്രതിപാദനം എന്നായിട്ട് മാറി. അർത്ഥാത് ജ്ഞാത് തദ്യക്ക് പ്രസ്തുതി, അതായത് ജ്ഞാദ്യ തദ്യക്ക് പ്രസ്തുതി, ഓൾറെഡി അറിയുന്ന നമുക്ക് ഉള്ള ഒരു കാര്യത്തിൻ്റെ പ്രസ്തുതി, അതിൻ്റെ പ്രസ്തുതീകരണം, അത് അവതരിപ്പിക്കുക. വാത്സ്യായൻ ഭാഷ്യ में प्रयोजनवान पुनःकथन अर्थात पहले कही गई बात को उद्देश्यपूर्ण ढंग से पुनः कहना ही अनुवाद माना गया है. അപ്പോൾ വാത്സ്യായൻ ഭാഷ്യയിൽ അതുപോലെ പ്രയോജൻവാൻ പുനഃകഥൻ എന്നാണ് പറയുന്നത്. പ്രയോജൻവാൻ പുനഃകഥൻ, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പെഹലെ കഹി ഹുയി ബാത്കോ, ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഉദ്ദേശ്യപൂർണ്ണ ഡംഗസെ പുനഃകഹന, അതേ രീതിയിൽ തന്നെ വീണ്ടും പറയുക. അനുവാദം മാനാക, അപ്പം ഇതാണ് അനുവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് പ്രകാർ ഭർതൃഹരിനെ ബി അനുവാദ ശബ്ദക്ക പ്രയാഗ് ദുഹരായനെ. അപ്പം ഇതുപോലെ തന്നെ ഭർതൃഹരിയും ഈ അനുവാദം എന്ന ശബ്ദത്തിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പുനഃകഥൻ കെ അർത്ഥമേം കിയാ ഹെ. അപ്പോൾ ഭർതൃഹരി അനുവാദ് എന്ന ശബ്ദത്തിൻ്റെ പ്രയോഗത്തെ വീണ്ടും ആവർത്തിക്കാനായിട്ട് പുനഃകഥൻ കെ അർത്ഥമേം കിയാ ഹെ, പുനഃകഥൻ എന്ന ഒരു അർത്ഥത്തിൽ പറയുന്നുണ്ട്. ആവൃത്തിരനുവാദോവ. ഇനി ശബ്ദാർത്ഥ ചിന്താമണി में ഇനി അതുപോലെ ശബ്ദാർത്ഥ ചിന്താമണിയിൽ അനുവാദ ശബ്ദക്ക് ദോ വ്യുത്പത്തിയാം ദീ ഗയി ഹെ. അനുവാദ് എന്ന ശബ്ദത്തിന് രണ്ട് ഡെറിവേഷൻസ് തന്നിട്ടുണ്ട്, രണ്ട് വ്യുത്പത്തിയാ മീൻസ് ഡെറിവേഷൻസ് തന്നിട്ടുണ്ട്. പ്രാപ്തസ്യ പുനഃകഥനം വ ജ്ഞാതാർത്ഥസ്യ പ്രതിപാദനം, ഇങ്ങനെയാണ് രണ്ട് ഡെറിവേഷൻസ്. അപ്പം ഓരോരോ എന്താ പറയുക, നമ്മൾ ആദ്യം പറഞ്ഞത് അഷ്ടാധ്യായിയിലായിരുന്നു, പിന്നെ സിദ്ധാന്ത കൗമുദിയിൽ, അതുപോലെ ഇങ്ങനെ ഓരോ എന്താ പറയുക ബുക്സിലും ഓരോ ഗ്രന്ഥത്തിലും ഈ അനുവാദ് എന്ന ശബ്ദത്തിൻ്റെ മീനിങ്ങുകളും ഓരോരോ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് പറയുന്നത്. ഇവിടെ ആവൃത്തിരനുവാദോവ എന്ന് പറഞ്ഞിട്ടുള്ളത് ഭർതൃഹരിയാണ്. ഇനി ശബ്ദാർത്ഥ ചിന്താമണിയിൽ അനുവാദ് എന്ന ശബ്ദത്തിന് രണ്ട് ഡെറിവേഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രാപ്തസ്യ പുനഃകഥനം വ ജ്ഞാതാർത്ഥസ്യ പ്രതിപാദനം. പ്രാപ്തസ്യ പുനഃകഥനവും ജ്ഞാതാർത്ഥസ്യ പ്രതിപാദനവും.
प्रथम व्युत्पत्ति के अनुसार पहले कहे गए अर्थ ग्रहण कर उसको पुनः कहना अनुवाद है. പ്രഥം വ്യുത്പത്തിക്ക് അനുസാർ, അതായത് ആദ്യത്തെ ഡെറിവേഷൻ്റെ അനുസരിച്ചിട്ട് പ്രാപ്ത പുനഃകഥൻ എന്നാണ്. അപ്പം ഈ ഫസ്റ്റ് ഡെറിവേഷൻ അനുസരിച്ചിട്ട് പ്രഥം വ്യുത്പത്തിക്ക് അനുസാർ പെഹലെ കഹേ ഗയെ അർത്ഥ ഗ്രഹൺ കർ, ആദ്യം പറഞ്ഞിട്ടുള്ളതിനെ നന്നായിട്ട് അർത്ഥമൊക്കെ ഗ്രഹിച്ചിട്ട് ഉസ്കു പുനഃ കഹന അനുവാദ് ഹെ, അതിനെ വീണ്ടും പറയുന്നതാണ് അനുവാദ്. और द्वितीय व्युत्पत्ति के अनुसार, इनी രണ്ടാമത്തെ ഡെറിവേഷൻ്റെ അർത്ഥം അനുസരിച്ചിട്ട് किसी के द्वारा कहे गए को बलि बांधी समझकर उसका വിന്യാസ് കർണ, അല്ലെ ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ അത് ബലി ബാന്ധി സമജ്കർ നല്ലോണം മനസ്സിലാക്കിയിട്ട് ഉസ്ക വിന്യാസ് കർണ, അതിനെ നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ് അനുവാദം എന്ന് രണ്ടാമത്തെ ഡെറിവേഷനിൽ പറയുന്നു. അപ്പം ദോനോ വ്യുത്പത്തിയോം കോ മിലാക്കർ അഖർ കഹാ ജായേ ജ്ഞാതാർത്ഥസ്യ പുനഃകഥനം. അപ്പം ജ്ഞാതാർത്ഥസ്യ പുനഃകഥനം അതാണ് നമ്മുടെ രണ്ടാമത്തെ ഡെറിവേഷൻ. ഇതിൽ ദോനോ വ്യുത്പത്തിയും കൂടി ചേർന്നിട്ട് അഗർ കഹാ ജായേ ജ്ഞാതാർത്ഥസ്യ പുനഃകഥനം, അപ്പോൾ പ്രാപ്തസ്യ പുനഃകഥനം എന്നും ജ്ഞാതാർത്ഥസ്യ പുനഃകഥനം, ജ്ഞാതാർത്ഥസ്യ പ്രതിപാദനം എന്നുമായിരുന്നു രണ്ട് ഡെറിവേഷൻസ്. ഇത് രണ്ടും കൂടിച്ചേർന്നിട്ട് ജ്ഞാതാർത്ഥസ്യ പുനഃകഥനം എന്നായിട്ട് മാറി. तो स्थिति अधिक स्पष्ट हो जाती है, അപ്പോഴാണ് സ്ഥിതി നന്നായിട്ട് സ്പഷ്ടമാകുന്നത്. इस परिभाषा के अनुसार किसी के कथन के अर्थ को भली भांति समझ लेने के उपरांत उसे फिर से प्रस्तुत करने का नाम अनुवाद है. അപ്പം ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഡെറിവേഷൻസും അല്ലേ, ശബ്ദാർത്ഥ ചിന്താമണിയിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ഡെറിവേഷൻസും എന്താണ്? പ്രാപ്ത പുനഃകഥനം, പ്രാപ്തസ്യ പുനഃകഥനം, ജ്ഞാതാർത്ഥസ്യ പ്രതിപാദനം. ഇത് രണ്ടും കൂടിച്ചേർന്നിട്ട് ഉണ്ടായതാണ് ജ്ഞാതാർത്ഥസ്യ പുനഃകഥനം. ഈ ജ്ഞാതാർത്ഥസ്യ പുനഃകഥനം അതിൻ്റെ മീനിങ് ഇപ്പോൾ പറയുന്നതാണ്. ഈ പരിഭാഷയ്ക്ക് അനുസാർ, ഈ പരിഭാഷ അനുസരിച്ചിട്ട് കിസി കെ കഥൻ കെ, ആരുടെയെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അർത്ഥക്കോ ബലി ബാന്ധി സമഞ്ച് ലേനേക്ക് ഉപരാന്ത, അതിൻ്റെ മീനിങ് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഉസെ ഫിർസെ പ്രസ്തുത് കർണേക്കാ നാം, അതിനെ വീണ്ടും പ്രസ്തുതീകരിക്കുന്നതിൻ്റെ പേരാണ് അനുവാദ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് അനുവാദ് എന്നതിൻ്റെ ആ ഒരു പരിഭാഷയായിട്ട് പറയുന്നത്. संस्कृत में अनुवाद शब्द का प्रयोग बहुत प्राचीन होते हुए भी हिंदी में इसका प्रयोग बहुत बाद में हुआ. സംസ്കൃതത്തിൽ അനുവാദ് എന്ന ശബ്ദത്തിൻ്റെ പ്രയോഗം ഒരുപാട് പഴയ കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഹിന്ദിയിൽ അതിൻ്റെ പ്രയോഗം ഒരുപാട് സംസ്കൃതത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെയും കുറേ കാലത്തിന് ശേഷമൊക്കെയാണ് ഹിന്ദിയിൽ തുടങ്ങിയിട്ടുള്ളത്. हिंदी में आज अनुवाद शब्द का अर्थ उपर्युक्त अर्थों से भिन्न होकर केवल मूल भाषा के अवतरण में निहित अर्थ या संदेश की रक्षा करते एक दूसरी भाषा में प्रतिस्थापन तक सीमित हो गया है. അപ്പോൾ ഹിന്ദിയിൽ ആജ് അനുവാദ് ശബ്ദ കാ അർത്ഥ്, ഹിന്ദിയിൽ ഇന്ന് അനുവാദ് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് ഉപരിക്ത അർത്ഥോംസെ, അതായത് നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ചില അർത്ഥങ്ങൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, എന്താണ് അനുവാദ് എന്നതിൻ്റെ പരിഭാഷ നമ്മൾ പറഞ്ഞു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അർത്ഥോംസെ ഭിന്ന ഹോക്കർ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേവൽ മൂലഭാഷയ്ക്ക് അവതരണമേയും, അതായത് കേവലം മൂലഭാഷയുടെ അല്ലേ, എന്താണോ മൂലഭാഷ, നമ്മൾ എന്താണോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ മൂലഭാഷയ്ക്ക് അവതരണമേയും നിഹിത് അർത്ഥ്, അതിൽ അടങ്ങിയിരിക്കുന്ന മീനിങ്, യാ സന്ദേശ്, അതിൻ്റെ ഒരു സന്ദേശം ഉണ്ടാകും അല്ലേ, ഒരു മെസ്സേജ് ഉണ്ടാകും, ഒരു മീനിങ് ഉണ്ടാകും. കി രക്ഷാ കർത്തേ ഹുയേ, അത് രക്ഷിച്ചുകൊണ്ട്, അത് നഷ്ടപ്പെടാതെ, ദൂസരി ഭാഷാമേയും പ്രതിസ്ഥാപൻ തക്ക്, മറ്റൊരു ഭാഷയിലേക്ക്, ദൂസരി ഭാഷാമേ, മറ്റൊരു ഭാഷയിലേക്ക് പ്രതിസ്ഥാപിക്കുക, മറ്റൊരു ഭാഷയിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, മാറ്റി എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. തക്ക് സീമിത് ഹോ ഗയാ ഹെ, അത്ര മാത്രമാണ് ഹിന്ദിയിൽ അനുവാദ് എന്ന ശബ്ദം കൊണ്ട് ഇപ്പോൾ അർത്ഥമാക്കുന്നത്. അപ്പം അതിൻ്റെ മീനിങ് ചോർന്നു പോകാൻ പാടില്ല, അതിൻ്റെ ഒരു സന്ദേശം, ഒരു മെസ്സേജ്, അതിൻ്റെ മീനിങ് അതൊന്നും നഷ്ടപ്പെട്ടു പോവാതെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പുനഃ സ്ഥാപിക്കുക, പ്രതിസ്ഥാപൻ എന്നതാണ് ഹിന്ദിയിൽ പരിഭാഷ എന്നതുകൊണ്ട് ഇപ്പോൾ അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്.
अंग्रेजी विद्वान मोनियर विलियम्स ने सर्वप्रथम अंग्रेजी में ട്രാൻസ്ലേഷൻ ശബ്ദ കാ പ്രयोग किया था. അപ്പോൾ ഇംഗ്ലീഷിലെ വിദ്വാനായിട്ടുള്ള ഒരു മോണിയർ വില്യംസ് ആദ്യം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ എന്ന ശബ്ദമാണ് പ്രയോഗിച്ചത്. अनुवाद के पर्याय के रूप में स्वीकृत अंग्रेजी ट्रांसलेशन शब्द संस्कृत के अनुवाद शब्द की भांति लैटिन के ट्रांस तथा लेशन के संयोग से बना है, जिसका अर्थ है पार ले जाना, यानी एक स्थान बिंदु से दूसरे स्थान बिंदु पर ले जाना. ഇനി ഈ മോണിയർ വില്യംസ് ആണ് ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ എന്ന ആ ഒരു ശബ്ദം പ്രയോഗിക്കുന്നത്. അനുവാദക്കെ പര്യായ, അനുവാദിൻ്റെ പര്യായത്തിൻ്റെ രൂപത്തിലാണ് സ്വീകരിച്ചിരിക്കുന്ന ഈ അംഗ്രേസി ശബ്ദമായിട്ടുള്ള ട്രാൻസ്ലേഷൻ സംസ്കൃതക്കെ അനുവാദ ശബ്ദക്കി ബാന്ധി, സംസ്കൃതത്തിൻ്റെ അനുവാദ് എന്ന ശബ്ദത്തെ പോലെ തന്നെ. അനുവാദം എങ്ങനെയാണ് സംസ്കൃതത്തിൽ? അനു എന്ന ഉപസർഗവും വാദ എന്ന മൂലശബ്ദവും കൂടി ചേർന്നാണ് അനുവാദം ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ അനുവാദം എന്ന ശബ്ദത്തെ പോലെ ലാറ്റിൻ ഭാഷയായിട്ടുള്ള ട്രാൻസും അതുപോലെ ലേഷനും കൂടി ചേർന്നിട്ട് സംയോഗസയാണ് എന്ത് ട്രാൻസ്ലേഷൻ എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത്. ജിസ്കാ അർത്ഥ ഹെ പാർ ലേ ജാന, യാനി ഏക് ശബ്ദ ബിന്ദു സെ ദൂസരെ സ്ഥാൻ ബിന്ദു പർ ലേ ജാന. പാർ ലേ ജാന അതായത് യാനി ഏക് സ്ഥാൻ ബിന്ദു സെ, ഒരു സ്ഥലത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ദൂസരെ സ്ഥാൻ ബിന്ദു പർ, മറ്റൊരു സ്ഥാനത്തുള്ള ആ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുപോവുക, ലേ ജാന. ഇതാണ് യഹാം ഏക് സ്ഥാൻ ബിന്ദു, അതായത് സ്ത്രോത് ഭാഷ. ഏക് സ്ഥാൻ, ഇവിടെ ബിന്ദു പറഞ്ഞിട്ടുണ്ട്, അതായത് ഏക് സ്ഥാൻ ബിന്ദു സെ ദൂസരെ സ്ഥാൻ ബിന്ദു പർ, ഒരു സ്ഥാന ബിന്ദുവിൽ നിന്ന് മറ്റൊരു സ്ഥാന ബിന്ദുവിലേക്ക്. അപ്പോൾ ഏക് സ്ഥാൻ ബിന്ദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രോത് ഭാഷയാണ്, യാ സോഴ്സ് ലാംഗ്വേജ്. ഹേത്തു ദൂസര സ്ഥാൻ ബിന്ദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യഭാഷയാണ്, യാ ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് നമ്മൾ ഏത് ഭാഷയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ലക്ഷ്യഭാഷയിലേക്ക് മാറ്റുക എന്നതാണ് ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പം ഏക് സ്ഥാൻ ബിന്ദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഴ്സ് ലാംഗ്വേജും ദൂസരെ സ്ഥാൻ ബിന്ദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ് ലാംഗ്വേജും ആണ്. टारगेट लैंग्वेज है और ले जाने वाली वस्तु मूल या स्रोत भाषा में निहित अर्थ या संदेश होती है. അപ്പോൾ സോഴ്സ് ലാംഗ്വേജ് അതുപോലെ दूसरा स्थान बिंदु लक्ष्य भाषा या टारगेट लैंग्वेज है और ले जाने वाली वस्तु. അപ്പം एक स्थान बिंदु से दूसरे स्थान बिंदु पर ले जाना എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ले जाने वाली എന്ന് പറയുന്ന ആ വസ്തു മൂല് യാ സ്രോത് ഭാഷാമേ നിഹിത അർത്ഥ്, മൂല് അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്രോത് ഭാഷ, അതിൽ അടങ്ങിയിട്ടുള്ള അർത്ഥ യാ സന്ദേശ് ഹോത്തി ഹെ, അർത്ഥം അല്ലെങ്കിൽ ആ മെസ്സേജ്, അതിനെയാണ് ലേ ജാന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏക് സ്ഥാൻ ബിന്ദു സെ ദൂസരെ സ്ഥാൻ ബിന്ദു പർ ലേ ജാന, അതാണ് ട്രാൻസ്ലേഷൻ എന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഏക് സ്ഥാൻ ബിന്ദു എന്ന് പറഞ്ഞാൽ സോഴ്സ് ലാംഗ്വേജ്, അതായത് സ്രോത് ഭാഷ. ദൂസരെ സ്ഥാൻ ബിന്ദു എന്ന് പറഞ്ഞു വെച്ചാൽ ടാർഗറ്റ് ലാംഗ്വേജ്, അതായത് ലക്ഷ്യഭാഷ. പിന്നെ ലേ ജാന എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ മീനിങ് അർത്ഥ യാ संदेश, അതാണ് അർത്ഥമാക്കുന്നത്. ऑक्सफोर्ड डिक्शनरी में ट्रांसलेशन का अर्थ दिया गया है. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ട്രാൻസ്ലേഷൻ എന്ന ആ ഒരു ശബ്ദത്തിൻ്റെ മീനിങ് തന്നിരിക്കുന്നത് എ റിട്ടൺ ഓർ സ്പോക്കൺ റെൻഡറിങ് ഓഫ് ദ മീനിങ് ഓഫ് എ വേർഡ്, സ്പീച്ച്, ബുക്ക് എക്സെട്ര ഇൻ ആൻ അനദർ ലാംഗ്വേജ്. അപ്പം അതിൽ സ്പീച്ച്, അതിൽ തന്നിരിക്കുന്നത് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ऐसे ही वेबस्टर डिक्शनरी का कहना है ट्रांसलेशन इज रेंडरिंग फ्रॉम वन लैंग्वेज और representational system into another. Translation is an art that involves the recreation of work in another language for readers with different backgrounds. അപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലും അതുപോലെ വൈബസ്റ്റർ ഡിക്ഷണറിയിലും എന്താ പറയുക, അനുവാദ ട്രാൻസ്ലേഷൻ എന്നതിൻ്റെ മീനിങ് ആ ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ബഹർഹാൽ
However, എന്നിരുന്നാലും അനുവാദ് കാ മൂൽ അർത്ഥ ഹോത്താ ഹേ. അനുവാദ് എന്നതിൻ്റെ മൂല അർത്ഥം പൂർവമേം കഥിത് ബാത്ത് കോ ദൊഹരാന, അതായത് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ വീണ്ടും ആവർത്തിക്കുക. पुनरुक्ति या अनुवचन जो बाद में पूर्वोक्ति निर्देश की व्याख्या टीका टिप्पणी करने के लिए प्रयुक्त हुआ. അപ്പം അനുവാദ് का मूल अर्थ होता है. അനുവാദ് എന്നതിൻ്റെ മൂലർത്ഥം പൂർവമേം കഥിത് ബാത്തുക്കോ, മുൻപ് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ദൊഹരാന, വീണ്ടും ആവർത്തിക്കുക. പുനരുക്തിയ അനുവചൻ, അതായത് വീണ്ടും ആവർത്തിക്കുക, വീണ്ടും പറയുക. ജോ ബാദ്മേം പൂർവോക്തി നിർദ്ദേശിക്കി വ്യാഖ്യ, മുൻപ് പറഞ്ഞിട്ടുള്ള, ആദ്യം പറഞ്ഞിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള അതിനെ വ്യാഖ്യ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ടീക്ക ടിപ്പണി करने के लिए प्रयुक्त हुआ. परंतु आज अनुवाद शब्द का अर्थ विस्तार होकर एक भाषा पाठ स्रोत भाषा के निहितार्थ संदेशों, उसके सामाजिक सांस्कृतिक तत्वों को यथावत दूसरी भाषा लक्ष्य भाषा में अंतरण करने का पर्याय बन चुका है. പരന്തു ആജ്, എന്നാൽ ഇന്ന്, അനുവാദ് ശബ്ദക്കാർത്ത്, അനുവാദ് എന്ന ശബ്ദത്തിൻ്റെ മീനിങ് വിസ്താർ ഹോക്കർ, കുറച്ചും കൂടി എന്താണ് വിസ്താരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അനുവാദ് എന്ന ശബ്ദത്തിൻ്റെ മീനിങ് കുറച്ചും കൂടി വിപുലമായിട്ട്, ഏക് ഭാഷാ പാഠ്യക്ക് നിഹിതാർത്ത്, ഒരു ഭാഷയിൽ പറഞ്ഞിട്ടുള്ള നിഹിതാർത്ഥ, അതിൽ അടങ്ങിയിട്ടുള്ള മീനിങ്, സന്ദേശവും അതിൻ്റെ മെസ്സേജ്, ഉസ്കെ സാമാജിക് സാംസ്കൃതിക് തത്വംക്കോ, പിന്നെ ആ ഭാഷയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള തത്വങ്ങളൊക്കെ യഥാവത്ത്, അതേപടി തന്നെ ദൂസരി ഭാഷാമേം, അതായത് ലക്ഷ്യഭാഷയിലേക്ക്, അന്തരൻ കർണേക്ക, അത് ലക്ഷ്യഭാഷയിലേക്ക്, സ്രോത് ഭാഷയിൽ നിന്നും ലക്ഷ്യഭാഷയിലേക്ക് മാറ്റി എഴുതുക എന്ന ഒരു പര്യായമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എന്താ പറയുക, അനുവാദിൻ്റെ മീനിങ് ഇന്ന് എന്താണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. चूंकि दो भिन्न भिन्न भाषाओं की अलग अलग प्रकृति, संरचना, संस्कृति, समाज, रीति रिवाज, रहन सहन, वेशभूषा होती है, अतः एक भाषा में कही गई बात को दूसरी भाषा में यथावत रूपांतरित करते समय समतुल्य अभिव्यक्ति खोजने में कभी कभी बहुत कठिनाई होती है. इस दृष्टि से अनुवाद एक चुनौती भरा कार्य प्रतीत होता है, जिसके लिए न केवल लक्ष्य भाषा और स्रोत भाषा पर अधिकार होना जरूरी है. അപ്പം ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ചൂങ്കി ദോ ഭിന്ന ഭിന്ന ഭാഷാവും കി, വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ, അലഗ് അലഗ് പ്രകൃതിയിൽ, ഇപ്പം ഒരു നമ്മൾ കേരളത്തിലാണെങ്കിൽ മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ ആ ഒരു ഭാഷയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സ്ഥലത്തിന് അവിടത്തേതായിട്ടുള്ള പ്രകൃതി, അതുപോലെ സംരചന, സംസ്കൃതി, സമാജ്, രീതി റിവാസ്, രഹൻ സഹൻ, വേഷഭൂഷ എല്ലാം ഉണ്ട്. ഈ ഒരു പ്രദേശത്തിന്, ആ ഒരു ഭാഷ സംസാരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിന് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും. ഓരോ പ്ലേസിലും ഓരോന്നും ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. അതഹ ഏക് ഭാഷാമേം കഹി ഗയി ബാത്തുക്കോ ദൂസരി ഭാഷാമേം യഥാവത്ത് രൂപാന്തരിത് കർത്തേ സമയ്, ഒരു ഭാഷയിൽ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു ഭാഷയിലേക്ക് രൂപാന്തരിത് കർത്തേ സമയ് സമതുല്യ അഭിവ്യക്തി ഘോജനേമേം കഭി കഭി ബഹുത് കഠിനായി ഹോത്തി ഹെ, അതായത് അത് അതേപോലെ മാറ്റുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങൾ, വളരെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. इस दृष्टि से अनुवाद एक चुनौती भरा कार्य प्रतीत होता है. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുന്ന സമയത്ത് അനുവാദ് എന്ന് പറയുന്നത് കുറച്ച് വെല്ലുവിളികൾ, ചുനൗത്തി ഭര, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ജിസ്കെ ലിയെ, അതുകൊണ്ട് ന കേവൽ ലക്ഷ്യഭാഷ ഓർ സ്രോത ഭാഷ പർ അധികാർ ഹോന ജറൂരി ഹെ, അതുകൊണ്ട്
ലക്ഷ്യഭാഷ നമ്മൾ ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ ഭാഷയും, സ്രോത ഭാഷ ഏത് ഭാഷയാണോ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി അത് ഉള്ളത് ആ സ്രോത ഭാഷയും, അധികാർ ഹോന നമ്മൾ അതിൽ കൂടുതൽ അറിവുള്ളവരായിരിക്കണം. നമുക്ക് അതിനെക്കുറിച്ച് A to Z എല്ലാം നമ്മൾ അതിൽ അത്രയും അറിവുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. बल्कि अनुध्या सामग्री के विषय और സന്ദർഭ का गहरा ज्ञान भी आवश्यक है. അതുകൊണ്ട് നമുക്ക് ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്കാണെന്ന് മാറ്റുക. അപ്പം ആ രണ്ട് ലാംഗ്വേജിൻ്റെയും ഗഹര ജ്ഞാൻ ആഴത്തിലുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. अतः अनुवाद दो ഭാഷാവും के बीच एक सांस्कृतिक सेतु जैसा ही है. അതുകൊണ്ട് തന്നെ അനുവാദ് എന്ന് പറയുന്നത് ദോ ഭാഷാവും കെ ബീച്ച് രണ്ട് ഭാഷകൾക്കിടയിലുള്ള ഒരു സാംസ്കൃതിക് സേതു ജൈസാ ഹി ഹെ സാംസ്കാരികമായിട്ടുള്ള ഒരു പാലമാണ്, ഒരു സേതുബന്ധൻ എന്ന് പറയില്ല, അതുപോലെ സേതു ആണ്. जिस पर चलकर दो भिन्न भाषाओं के मध्य स्थित समय तथा दूरी के अंतराल को पार कर भावात्मक एकता സ്ഥാപിത് കി ജാ സക്തി ഹെ. അപ്പം നമ്മളിങ്ങനെ രണ്ട് ഭാഷകൾക്കിടയിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു സേതു ഉണ്ടാക്കുമ്പോൾ ജിസ് പർ ചൽക്കർ ആ സേതുവിലൂടെ നമ്മൾ നടന്നു പോയിട്ട് ദോ ഭിന്ന ഭാഷാവും കെ മധ്യസ്ഥിത് ആ രണ്ട് ഭാഷകൾക്കിടയിലും ഉള്ള സ്ഥിതി ചെയ്യുന്ന ആ രണ്ട് ഭാഷകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സമയവും ദൂരവും ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മറികടന്ന് നമുക്ക് ചെല്ലാനായിട്ട് പറ്റും. അവിടുത്തെ ഭാവാത്മക ഏകത സ്ഥാപിത് കി ജാ സക്തി ഹെ ഭാവാത്മകമായിട്ടുള്ള ആ ഒരു ഐക്യം, ഇമോഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക യൂണിറ്റി അത് നമുക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ പറയുക നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല മൂല്യവത്തായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് അവർക്കും കൂടി അറിയാനായിട്ട് ആ ഭാഷ സംസാരിക്കുന്ന അവർക്കും കൂടി അത് അറിയാൻ പറ്റും. നമ്മുടെ സംസ്കാരവും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ അവർ നമ്മളുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. ആ ഒരു ദൂരം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കുമ്പോൾ അവർക്ക് എന്താണ് അത് ഏതോ ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ് ഒന്നും അവർക്കറിയില്ല. അപ്പം ഇതൊക്കെ മറ്റുള്ളൊരു ഭാഷയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരും ഈ ഒരു നമ്മളെക്കുറിച്ചിട്ട് എന്താ പറയുക അറിയാൻ സാധിക്കുമ്പോൾ അതൊക്കെ വായിക്കുന്നതിലൂടെ അവർക്ക് അറിയുമ്പോൾ നമ്മളുമായിട്ട് കൂടുതൽ അടുക്കും. അങ്ങനെയാണ് എന്താണ് പറയുന്നത് പരസ്പരമുള്ള ദൂരവും സമയവും എല്ലാം ഇല്ലാതായിട്ട് ഒരു ഇമോഷണൽ യൂണിറ്റി സ്ഥാപിക്കാനായിട്ട് ഇത് സഹായിക്കുമെന്ന് പറയുന്നത്. അനുവാദ് കെ ഈസ് ദൊഹരി ക്രിയാക്കോ അനുവാദത്തിൻ്റെ ട്രാൻസ്ലേഷൻ്റെ ഈ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്രിയ നിമ്നലിഖിത് ആരേഖ് സെ ആസാനി സെ സമഞ്ച് ജാ സക്താ ഹെ താഴെ തന്നിരിക്കുന്ന ചില ഡയഗ്രാംസ് അല്ലെ ആരേഖ് മീൻസ് ഡയഗ്രാം. അപ്പം താഴെ തന്നിരിക്കുന്ന ചില ഡയഗ്രാംസിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനി അനുവാദിക്ക് പരിഭാഷയാണ്. അപ്പോൾ അനുവാദിക്ക് പരിഭാഷ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൂടുതൽ ഇനി MA ഹിന്ദിയുടെ മറ്റ് പേപ്പേഴ്സും മറ്റ് MA ഹിന്ദി ഫസ്റ്റ് സെമ്മിൽ 4 പേപ്പറാണുള്ളത്. അപ്പോൾ ആ 4 പേപ്പറിൽ നിങ്ങൾക്ക് മറ്റ് പേപ്പേഴ്സിൻ്റെയും ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് കാണുന്നവർ കമൻറ്റ് ചെയ്യാം, എസ് എന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം. ഇതിൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇതിന് മുന്നിലൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.